ഹലോ ഡിയേഴ്സ്, മൂന്നാം ക്ലാസ്സിലെ മക്കളുടെ നാലാമത്തെ യൂണിറ്റ് കൂട്ടുകൂടാം ഈ പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി ഗണിതോത്സവം. കൂട്ടുകാരെ എല്ലാ സ്റ്റാളും കണ്ടുപോകണേ. ബിബിയും കൂട്ടുകാരും ഗണിതോത്സവത്തിന് എത്തിയല്ലോ. അപ്പോൾ ബിബിയും കൂട്ടുകാരും ഗണിതോത്സവത്തിന് പോയിരിക്കുകയാണ്. ഗണിതോത്സവത്തിന് ഓരോ സ്റ്റാളുകളിലായിട്ടാണ് പ്രവർത്തനങ്ങളുള്ളത്. അപ്പോൾ അവർ ഒന്നാമത്തെ സ്റ്റാളിൽ കയറി. ഗണിതോത്സവത്തിന് ഗണിതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാളിലുള്ള പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പെട്ടിയിൽ നിന്ന് 2 കാർഡ് എടുക്കൂ, തുക കണക്കാക്കൂ, പൂവിന് നിറം കൊടുക്കുക. അപ്പോൾ ഇവർ ഈ പെട്ടിയിൽ നിന്ന് 2 കാർഡ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ തുക കണക്കാക്കുക. അപ്പോൾ തുക ഇവിടെ കിട്ടിയിരിക്കുന്നത് 70 ആണ്. അപ്പോൾ അവർ ഏതൊക്കെ 2 കാർഡുകളായിരിക്കും എടുത്തിട്ടുണ്ടാവുക? 70 തുക കിട്ടുന്ന 2 സംഖ്യകൾ നമ്മൾക്ക് ഇവിടെ എഴുതാം. 35 കൂട്ടിയാൽ 70 ആണ് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ എഴുതാം. 70 തുകയായിട്ട് കിട്ടിയാൽ മതി. നെക്സ്റ്റ് 60. അപ്പോൾ 70-ന് എന്ത് ചെയ്യുക? ഈ ഇതളിൽ ഇവിടെ കളർ കൊടുക്കുക. നെക്സ്റ്റ് 60 ആണ് അല്ലേ. 30 കൂട്ടണം 30 60 ആണ്. നെക്സ്റ്റ് 45, 20 കൂട്ടണം 25 45 ആണ്. 30 കൂട്ടണം 35 65, 20 കൂട്ടണം 20 40. ഓക്കെ, ഈ കിട്ടിയ തുകകളൊക്കെ ഈ ഫ്ലവറിലുണ്ട്. അപ്പം അതിന് നിങ്ങൾ ഭംഗിയായിട്ട് ഓരോ നമ്പറിനും ഓരോ ഇതളിനും കളർ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ജോഡിയാക്കാം. 1 കൂട്ടണം 9 10 ആണല്ലേ. അപ്പോൾ 2 കൂട്ടണം 8 10 ആയിരിക്കും. 3 കൂട്ടണം 7 10, 4 കൂട്ടണം 6 10, 5 കൂട്ടണം 5 10. ഇതെല്ലാം ഒരു ജോഡിയാണല്ലേ. ഇനി മറ്റൊരു ജോഡി നോക്കാം. 100 തുക കിട്ടുന്ന ജോഡികളാണിത്. 1 കൂട്ടണം 99 100 35 കൂട്ടണം 65 100, 60 കൂട്ടണം 40 100, 70 കൂട്ടണം 30 100, 55 കൂട്ടണം 45 100. ഇനി 100 തുകയായി വരുന്ന ഇനിയും ജോഡികളുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുക. 100 തുക കിട്ടണം. 49 കൂട്ടണം 51 100 അല്ലേ. 48 കൂട്ടണം 52 100. ഇതും ജോഡികളാണ്. അതുപോലെ നിങ്ങൾ ഇതുപോലുള്ള ജോഡികൾ 100 തുകയായി വരുന്ന ജോഡികൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, ഇനി 100 തുകയായി വരുന്ന ജോഡികൾ നമ്മൾക്ക് ഇവിടെ വരച്ച് ചേർക്കാം. 49 കൂട്ടണം 51 ഒരു ജോഡിയാണ് അല്ലേ. 48 കൂട്ടണം 52 വേറൊരു ജോഡിയാണ്. 47 കൂട്ടണം 53 ഒരു ജോഡിയാണ്. 46 കൂട്ടണം 54 ഒരു ജോഡിയാണ്. 45 കൂട്ടണം 55, 44 കൂട്ടണം 56, 43 കൂട്ടണം 57, 42 കൂട്ടണം 58, 41 കൂട്ടണം 59, 40 കൂട്ടണം 50. ഓക്കെ, ഇനി സ്റ്റാൾ 1-ലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ഇനി അവർ സ്റ്റാൾ 2-ലേക്ക് കയറി. അവിടെയുള്ള പ്രവർത്തനം ഒരു തുണിക്കടയാണുള്ളത്. തുണിക്കടയിൽ ഓരോ ഐറ്റംസിൻ്റെ ഓരോ ഡ്രസ്സിൻ്റെ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇവർ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? 500 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ 2 വസ്ത്രങ്ങൾ വാങ്ങാം. അപ്പോൾ 500 രൂപ കിട്ടുന്ന 2 വസ്ത്രങ്ങളാണ് ഇവിടെ ഇനം. എന്തെഴുതാം? 500 രൂപ കിട്ടുന്ന 2 ഡ്രസ്സ് ഏതൊക്കെയാണ്? സാരിയും 410-ൻ്റെ സാരിയുണ്ട്, സാരിയും പാവാടയും അല്ലേ. 410 കൂട്ടണം 90 500 ആണല്ലോ. നെക്സ്റ്റ് അടുത്ത ബില്ല് 2-ൽ എന്തെഴുതാം? 350ഉം 150ഉം അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? ചുരിദാറും ബെഡ്ഷീറ്റും. ഇനി നെക്സ്റ്റ് സ്റ്റാൾ 3 സംഖ്യാ സൗന്ദര്യം. ഈ അക്കങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് എഴുതാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യ? 2 സംഖ്യകളും കൂട്ടിയാൽ എത്ര കിട്ടും? അപ്പോൾ ഈ 3 സംഖ്യകളുണ്ടല്ലോ, ഇത് ഉപയോഗിച്ച് എഴുതാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ഫസ്റ്റ് ചോദ്യം. അപ്പോൾ നമ്മൾക്ക് സംഖ്യകൾ കണ്ടെത്താം. അപ്പോൾ 1ഉം 2ഉം 3ഉം ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന സംഖ്യകൾ അല്ലേ. ഏതൊക്കെ സംഖ്യകൾ എഴുതാം? 1ഉം 2ഉം 3ഉം. ഇത് ഉപയോഗിച്ചിട്ട് ഫസ്റ്റിൽ നമുക്ക് 1 2 3, അതായത് 123. നെക്സ്റ്റ് 132, 213, 231, 312, 321 അല്ലേ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സംഖ്യ. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 321. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 123. തുക, ഇതിൻ്റെ തുക എങ്ങനെയായിരിക്കും? നിങ്ങൾ കൂട്ടി നോക്കാതെ നിങ്ങളുടെ ഊഹം, അതായത് 321ഉം 123 ആണല്ലേ. അപ്പോൾ 300 100ഉം ഉണ്ട്. അപ്പോൾ 400 കഴിഞ്ഞു. പിന്നെ എത്രയുണ്ട്? 23 ഉണ്ട്, 21 ഉണ്ട് അല്ലേ. അപ്പോൾ എത്രയായിരിക്കും ഏകദേശം? എൻ്റെ ഊഹം 400-നും 500-നും ഇടയിലായി. ഇനി നിങ്ങൾക്ക് കൂട്ടി നോക്കാം. കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയ സംഖ്യ ഏതൊക്കെയാണ് കൂട്ടേണ്ടത്? ഏറ്റവും വലിയ സംഖ്യ 321 കൂട്ടണം ഏറ്റവും ചെറിയ സംഖ്യ 123. 4 4 4. എത്രയാണ് കിട്ടിയത്? 444 അല്ലേ. കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ 444. നിങ്ങൾ ഊഹിച്ചതും എത്രയാണ്? 400-നും 500-നും ഇടയിൽ തന്നെയാണ് ഊഹിച്ചത് അല്ലേ. ഇനി ഇതുപോലെ 2 3 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചാലോ? വലിയ സംഖ്യ ഏതായിരിക്കും? 2 3 4 ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? ഫസ്റ്റിൽ 4 എഴുതാം. 432 ആണ് വലിയ സംഖ്യ. ഇനി ചെറിയ സംഖ്യയോ? 234 അല്ലേ. കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ എത്രയായിരിക്കും? 234 കൂട്ടണം എത്രയാണ്? 432 അല്ലേ. 6 666 ഉത്തരം അല്ലേ. കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ എത്രയാണ്? 666.
ഇനി 3, 4, 5 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതിയാലോ? വലിയ സംഖ്യ ഏതായിരിക്കും? വലുതെന്ന് ചെറുതിൽ 5, 4, 3 അല്ലേ? 543. ചെറിയ സംഖ്യ ഏതായിരിക്കും? 345. കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ 543 കൂട്ടണം 345 എത്രയാണ് കിട്ടുക? എല്ലാം 8 ആയിരിക്കും അല്ലേ? 8, 8, 8 888. അപ്പോൾ കിട്ടിയ തുകയിലെ അക്കങ്ങളുടെ പ്രത്യേകത എന്താണ്? എല്ലാ അക്കങ്ങളും ഒരുപോലെയാണുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ജോഡി സംഖ്യകൾ എടുത്തിട്ട് വലിയ സംഖ്യ കാണുക, ചെറിയ സംഖ്യ കാണുക, രണ്ട് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 3 അക്കങ്ങൾ സെയിം ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും കിട്ടുന്നത്. അതാണ് നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് പ്രവർത്തനം ക്രിയ ചെയ്യാതെ ഉത്തരം എഴുതൂ. കണ്ടെത്തിയ രീതി പറയൂ. നിങ്ങൾ ക്രിയ ചെയ്യാൻ പാടില്ല, താഴത്തായിട്ട് കൂട്ടാൻ പാടില്ല, മനസ്സിൽ കാണുക. 310 കൂട്ടണം 230, 540 അല്ലേ കിട്ടിയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ കൂട്ടുക. 317 കൂട്ടണം 230. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിൽ കൂട്ടാം? ആദ്യം ഈ 3ഉം 2ഉം കൂട്ടുക അല്ലേ? 300ഉം 200ഉം കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 500 കിട്ടും അല്ലേ? പിന്നെ എത്രയാണ് ഉള്ളത് ഇവിടെ? 17ഉം 30ഉം അല്ലേ? 17ഉം 30ഉം 47. അപ്പോൾ എത്ര കിട്ടി? ഫസ്റ്റിൽ 500 കിട്ടി, പിന്നെ 47 കിട്ടി. 547. നെക്സ്റ്റ് 315 കൂട്ടണം 231. ആദ്യം 300ഉം 200ഉം കൂട്ടുക. 500 കിട്ടി. 15ഉം 31ഉം കൂട്ടിയാൽ എത്രയായിരിക്കും? 31ഉം 15ഉം 46 ആയിരിക്കും അല്ലേ? അപ്പോൾ എത്രയാണ്? 546 ഉത്തരം. നെക്സ്റ്റ് 308 കൂട്ടണം 232. 300ഉം 200ഉം കൂട്ടുക. 500 കിട്ടി. 8ഉം 32 കൂട്ടുക. 40 കിട്ടി അല്ലേ? 540. ഓക്കെ. ഇനി നാലാമത്തെ സ്റ്റാളിലെ പ്രവർത്തനം ചെയ്യാം. സ്വാഗതം, വന്നവർക്കെല്ലാം സമ്മാനപ്പൊതിയുണ്ട്. ഹായ് കളിനോട്ടുകൾ. അപ്പോൾ ഇവർക്ക് കളിനോട്ടുകളാണ് സമ്മാനപ്പൊതിയായിട്ട് ബിബിക്കും ജെബിക്കും കിട്ടിയത്. അപ്പോൾ നമ്മൾക്ക് ഇവർക്ക് കിട്ടിയ ബിബിക്കും ജെബിക്കും കിട്ടിയ നോട്ടുകൾ ഏതൊക്കെയാണ് നോക്കാം. നോട്ടുകൾ ഏതൊക്കെയാണ് കിട്ടിയത്? 200 രൂപയുടെ നോട്ടുണ്ട്, 100 രൂപയുടെ നോട്ടുണ്ട്, 50 രൂപ, 20 രൂപ, 10 രൂപ, 5 രൂപ. അപ്പോൾ 200 രൂപയുടെ എത്ര എണ്ണം നോട്ട് കിട്ടി? 200 രൂപയുടെ 2 എണ്ണം നോട്ടുകളാണ് കിട്ടിയത്. അപ്പോൾ എത്രയായിരിക്കും? 2 200 കൂട്ടിക്കഴിഞ്ഞാൽ 400 അല്ലേ? നെക്സ്റ്റ് 100 രൂപയുടെ പൂജ നോട്ടാണ് അല്ലേ? അപ്പോൾ 100 രൂപയുടെ നോട്ടൊന്നുമില്ല. 50 രൂപയുടെ 4 നോട്ടുകളുണ്ട്. അപ്പോൾ 50 രൂപയുടെ 4 നോട്ട് കൂടിയാൽ 50 ഗുണിക്കണം 4, അതായത് 4 തവണ 50 കൂട്ടിയാൽ എത്രയാണ്? 200 അല്ലേ? 20 രൂപയുടെ 3 നോട്ടുകൾ. അപ്പോൾ 3 20 കൂട്ടിക്കഴിഞ്ഞാൽ 60. 10 രൂപയുടെ 4 നോട്ടുകൾ 40. 5 രൂപയുടെ നോട്ടൊന്നുമില്ല. അപ്പോൾ ആകെ എത്രയായിരിക്കും വരുന്നത്? ആകെ 700 രൂപ. ഇനി ജെബിക്ക് കിട്ടിയ നോട്ടുകൾ നോക്കാം. ജെബിക്ക് 200 രൂപയുടെ എത്ര നോട്ടാണ് കിട്ടിയത്? 0 എണ്ണാണുള്ളത്. അപ്പം 200 രൂപയുടെ നോട്ടൊന്നുമില്ല. ഇനി 100 രൂപയുടെ എത്ര നോട്ട് കിട്ടി? 2 നോട്ട് കിട്ടി അല്ലേ? അപ്പോൾ 100 രൂപയുടെ 2 നോട്ട് 200. 50 രൂപയുടെ ഒന്നുമില്ല, 0. ജെബിയുടെ കോളാണ് നോക്കേണ്ടത്. അപ്പോൾ 50 രൂപയുടെ 0 നോട്ടാണ്, ഒന്നുമില്ല. 20 രൂപയുടെ ഇതും 0 നോട്ടാണ്, ഇല്ല. 10 രൂപയുടെ 5 നോട്ട് കിട്ടി, അപ്പം 50 രൂപ അല്ലേ? ഇനി 5 രൂപയുടെ 2 നോട്ട് കിട്ടി, അപ്പോൾ 10 രൂപ. ആകെ എത്രയാണ് ജെബിയുടെ കിട്ടുന്നത്? 260. അപ്പോൾ ബിബിക്ക് കിട്ടിയത് 700 രൂപ, ജെബിക്ക് കിട്ടിയത് 260 രൂപ. ആകെ എത്രയായിരിക്കും? 700 കൂട്ടണം 260 എത്രയാണ്? 960 അല്ലേ? 1000 രൂപ ആകുവാൻ എത്രയാണ് വേണ്ടത്? ഈ 960നോട് എത്ര കൂട്ടിയാലാണ് 1000 രൂപയാവുക? 960നോട് 40 രൂപ കൂട്ടിയാലാണ് 1000 രൂപയാവുക അല്ലേ? അപ്പോൾ 40 രൂപ. നെക്സ്റ്റ് സ്റ്റാൾ 5 നോക്കാം. കളിക്കാം, രസിക്കാം. അപ്പോൾ ഇവിടെ ഈ ബോക്സിൽ കുറേ നമ്പേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം ബിബിയും ജെബിയും ഇങ്ങനെ ടോക്കൺ എറിഞ്ഞ് കളിക്കുകയാണ്. ഇവർക്ക് കിട്ടിയ സംഖ്യകൾ 237, 146 ആണ് കിട്ടിയത്. 2 തവണ ടോക്കൺ എറിയൂ, കിട്ടിയ സംഖ്യകളുടെ തുക കണക്കാക്കൂ. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെയാണ് കളിക്കേണ്ടത്? 2 തവണ ടോക്കൺ എറിയുക. എന്നിട്ട് നിങ്ങൾക്കിപ്പം 148ഉം 226 കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 148ഉം കൂട്ടണം 226 കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനെ ബിബിയും ജെബിയും ടോക്കൺ എറിഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ ബിബിക്ക് കിട്ടിയ സംഖ്യയും ജെബിക്ക് കിട്ടിയ സംഖ്യ രണ്ടും ഒരേ സംഖ്യകളാണ് കിട്ടിയത്, 237ഉം 146ഉം. രണ്ടുപേരും ഉത്തരം കണ്ടുപിടിച്ച രീതി നോക്കൂ. അപ്പോൾ ഇവർ തുക കണ്ടുപിടിച്ചത്, രണ്ടുപേർക്കും ഒരേ നമ്പറാണ് കിട്ടിയതെങ്കിലും തുക കണ്ടുപിടിച്ചത് വ്യത്യസ്ത രീതിയിലാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ബിബി ചെയ്ത രീതി നോക്കൂ. 237 കൂട്ടണം 146. അപ്പോൾ ആദ്യം 200ഉം കൂട്ടണം 30 എന്ന് എഴുതി. 237ന് 200 കൂട്ടണം 30 കൂട്ടണം 7 എന്ന് എഴുതി. ഇനി 146ന് 100 കൂട്ടണം 40 കൂട്ടണം 6 എന്ന് എഴുതി അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? 353 ഉത്തരം കിട്ടി. ഇനി ജെബി ചെയ്ത രീതി എങ്ങനെയാണ്? 237ന് എന്ത് ചെയ്തു? 230 കൂട്ടണം 7 എന്ന് എഴുതി. 146ന് 140 കൂട്ടണം 6 എന്ന് എഴുതി അല്ലേ? ഫസ്റ്റിൽ 230 140 കൂട്ടി 370 കിട്ടി. 7 കൂട്ടണം 6 13 കിട്ടി. ഇത് രണ്ടും തമ്മിൽ കൂട്ടിയപ്പോൾ 383 തന്നെ കിട്ടിയല്ലേ? അപ്പോൾ രണ്ടുപേർക്കും ഉത്തരം കിട്ടിയത് സെയിം ആണ്, പക്ഷേ ചെയ്ത വഴി വ്യത്യസ്ത രീതിയിലാണ് ചെയ്തത് അല്ലേ?
അപ്പോൾ ഇവർ തുക കണക്കാക്കിയ വഴിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നൂറുകളുടെ സ്ഥാനത്ത് 2 എഴുതി, 10കളുടെ സ്ഥാനത്ത് 3 എഴുതി, ഒന്നുകളുടെ സ്ഥാനത്ത് 7 എഴുതി അല്ലേ. 237, 146 ഇതേ രീതിയിൽ എഴുതി. ഇങ്ങനെയാണ് ഇവർ കൂട്ടിയത്. നെക്സ്റ്റ് ഒരു പ്രവർത്തനമുണ്ട്. 237നോട് 146 കൂട്ടിയാൽ 353 കിട്ടും. 236നോട് 148 കൂട്ടിയാൽ എത്ര കിട്ടും? മനക്കണക്കായി പറയൂ. ഇവിടെ 237നോട് 146 കൂട്ടിയിട്ട് 383 കിട്ടുന്നു. അപ്പോൾ 236നോട് 148 കൂട്ടിയാൽ എത്രയാണ് കിട്ടും എന്നാണ് ചോദ്യം അല്ലേ. അപ്പം 237 എന്നുള്ളത് 236 അതായത് ഒന്ന് കുറഞ്ഞു ഇവിടെ. അതായത് ഒന്ന് കുറഞ്ഞു ഫസ്റ്റിൽ. ഇനി 146 കൂട്ടുന്നത് അല്ലേ. അപ്പം അത് 2 കൂടി 148. 146ൻ്റെ കൂടെ 2 കൂടിയിട്ടാണ് 148 ആയതല്ലേ. അപ്പം ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്? ഫസ്റ്റിൽ ഒന്ന് കുറഞ്ഞു, എന്നിട്ട് 2 കൂടി. അപ്പോൾ ശരിക്കും എത്രയാണ് കൂടുന്നത്? 1 കൂടുന്നത് അല്ലേ. 1 മാത്രം കൂട്ടിയാൽ മതി. അപ്പം 383ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? 1 കൂട്ടിയാൽ മതി അല്ലേ. ഇപ്പം എത്രയായിരിക്കും ഉത്തരം? 384 ആയിരിക്കും ഉത്തരം. ഇനി നമുക്ക് സംശയം ഉണ്ടെങ്കിൽ കൂട്ടി നോക്കാം അല്ലേ. 236 കൂട്ടണം 148 ആണല്ലോ കാണേണ്ടത്. 148 384 തന്നെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിൽ കൂട്ടിയ സമയത്തും 384 തന്നെയാണ് കിട്ടിയത്. എങ്ങനെയാണ് കിട്ടിയത്? 237ൽ നിന്ന് 1 കുറഞ്ഞതാണ് 236. 146നോട് 2 കൂടിയതാണ് 148. അപ്പോൾ ശരിക്കും ഇവിടെ 1 കുറയുന്നു, ഇവിടെ 2 കൂടുന്നു അല്ലേ. അപ്പം ശരിക്കും എത്ര കൂടുന്നു? +1 കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 383 കിട്ടിയെങ്കിൽ ഇതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് 384 എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഓക്കെ. ഇനി നെക്സ്റ്റ് മിൻഹക്ക് കിട്ടിയ സംഖ്യകൾ 536, 325 എന്നിവയാണ്. തുക കണക്കാക്കിയത് നോക്കുക. അതായത് മുകളിലുള്ള ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിൽ മിൻഹക്ക് കിട്ടിയ നമ്പറുകൾ ഇതാണ്. അപ്പോൾ അവൾ തുക കണക്കാക്കിയത് ഈ രീതിയിലാണ് കണക്കാക്കിയത്. നിങ്ങളും ടോക്കൺ എറിഞ്ഞ് കളിക്കുക. ഒരാൾക്ക് 2 തവണ എറിയാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്നാം കളിയിൽ 2 സംഖ്യകൾ ഇവിടെ എഴുതുക. ബോക്സിലുണ്ടല്ലോ, മുകളിലുള്ള ബോക്സിൽ നോക്കിയിട്ട് 2 സംഖ്യകൾ എഴുതുക. രണ്ടാം കളിയിൽ കിട്ടിയ 2 ടോക്കണുകളും എഴുതുക. എന്നിട്ട് നിങ്ങൾ തുക കണക്കാക്കുക. ഓക്കെ. നെക്സ്റ്റ് പ്രവർത്തനം വമ്പനെ കണ്ടെത്തൂ. ഈ മുകളിലുള്ള ബോക്സിലുള്ള നമ്പറാണ് വമ്പൻ. അപ്പോൾ നമ്മൾ വമ്പനെ കണ്ടെത്തണം. അപ്പോൾ താഴെ എന്ത് തന്നിട്ടുണ്ട്? 99 കൂട്ടണം 65 164 തന്നിട്ടുണ്ട് അല്ലേ. ഇനി നിങ്ങൾ 199 കൂട്ടണം 146 എത്രയാണെന്ന് കണ്ടെത്തുക. 199 കൂട്ടണം 146 നമ്മൾക്ക് മനക്കണക്കായിട്ട് കാണാം അല്ലേ. 199ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 200 ആകും. അപ്പോൾ 200 ആവാൻ വേണ്ടി നമ്മൾക്ക് 1 എവിടുന്ന് കൂട്ടാം? ഈ 146ൽ നിന്ന് 1 ഇവിടത്തേക്ക് എടുക്കാം അല്ലേ. അപ്പോൾ 146 എത്രയാവും? 145 ആകും. 199 എത്രയാകും? 200 ആകും അല്ലേ. അപ്പോൾ 200 കൂട്ടണം 145 എത്രയായിരിക്കും? 345. നെക്സ്റ്റ് അതേ രീതിയിൽ 146 കൂട്ടണം 99 കാണുക. അതാണ് ഈ ബോക്സിൽ എഴുതേണ്ടത് അല്ലേ. ഇതും നമ്മൾക്ക് മനക്കണക്കായിട്ട് ചെയ്യാം. ഈ 146ൽ നിന്ന് 1 കുറച്ചിട്ട് അത് ഇതിലേക്ക് കൂട്ടുക. അപ്പോൾ ഇവിടെ 146 മാറിയിട്ട് 145 ആകും. 99 മാറിയിട്ട് 100 ആകും അല്ലേ. അപ്പോൾ 145 കൂട്ടണം 100 എത്രയാണ്? 245. മനക്കണക്കായി കിട്ടിയല്ലോ. അത് ഈ ബോക്സിൽ എഴുതുക. അപ്പോൾ ഈ 345 കൂട്ടണം 245 590 ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണേണ്ട കാര്യമില്ല അല്ലേ. നിങ്ങൾ എന്താണ് കാണേണ്ടത്? 245 കൂട്ടണം 164 എത്രയാണെന്ന് കാണുക. 409 അല്ലേ. അപ്പം 409 ഇവിടെ എഴുതാം. ഇനി എന്താണ്? ഈ 590ഉം ഈ 409ഉം കൂട്ടുക. എത്രയാണ് കിട്ടുക? 99. അപ്പോൾ വമ്പൻ എത്രയാണ്? 999 വമ്പൻ അല്ലേ. 199നോട് 1 കൂട്ടിയാൽ വമ്പന് വരുന്ന മാറ്റം എന്താണ്? അപ്പോൾ ഈ 199നോട് നിങ്ങൾ 1 കൂട്ടിയാൽ വമ്പന് എന്താണ് മാറ്റം വരിക? അപ്പോൾ വമ്പനും 1 കൂടും അല്ലേ. അപ്പോൾ 999 എത്രയായിട്ട് മാറും? അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 1000 ആയിട്ട് മാറും. ഇനി 146നോട് 1 കൂട്ടി നോക്കൂ. വമ്പൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? ഈ 146നോട് 1 കൂട്ടിയാലും വമ്പൻ എത്രയാകും? 1000 ആകും അല്ലേ. ഇനി 199നോട് 2 കൂട്ടിയാലോ വമ്പൻ എത്രയാകും? 999നോട് 2 കൂട്ടുക. അപ്പോൾ 1001 ആകും. താഴെയുള്ള 4 സംഖ്യകളോടും 1 വീതം കൂട്ടിയാൽ വമ്പൻ എത്ര കൂടും? താഴെ ഈ 4 സംഖ്യകളോടും 1 കൂട്ടുക. അപ്പോൾ വമ്പൻ എത്രയായിരിക്കും? 999 ആണല്ലോ വമ്പൻ ഓൾറെഡി ഉള്ളത്. അപ്പോൾ അതിനോട് 4 കൂട്ടിയാൽ എത്രയാണ്? 999 കൂട്ടണം 4 എത്രയാണ്? 1003 അല്ലേ. വമ്പൻ എത്രയാകും? 1003 ആകും. ഓക്കെ. നെക്സ്റ്റ് പ്രവർത്തനം സ്റ്റാർ 6 സംഖ്യകളുടെ അത്ഭുത ലോകം. ഇതൊരു മാന്ത്രിക ചതുരാണ്. ആദ്യ വരിയിലെ സംഖ്യകൾ കൂട്ടി നോക്കൂ. 8ഉം 1ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 15 ആണ് കിട്ടുക അല്ലേ.
അതേ തുക കിട്ടുന്ന രീതിയിൽ മറ്റു കളങ്ങൾ പൂർത്തിയാകൂ. അപ്പോൾ ഈ രണ്ടാമത്തെ വരിയും 15 കിട്ടുന്ന രീതിയിൽ പൂർത്തിയാക്കുക. അപ്പോൾ ഇവിടെ 3ഉം 7 ആണ് ഉള്ളത് അല്ലേ. ബാക്കി ഇവിടെ എത്ര വരും? 3ഉം 7ഉം 10 ആണ്. 15 ആവാൻ വേണ്ടി ഇവിടെ എത്ര എഴുതുക? 5 എഴുതുക അല്ലേ. ഇവിടെ 5. ഇനി നെക്സ്റ്റ് എന്താണ്? ഇതും 15 കിട്ടണം അല്ലേ തുക. അപ്പോൾ 9 രണ്ടും കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 11. 11ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 15 ആകുക? 4 അല്ലേ. അപ്പോൾ ഇവിടെ 4. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓരോ നിരയിലെയും 3 സംഖ്യകൾ കൂട്ടി നോക്കൂ. അപ്പോൾ ഓരോ നിരയിലെയും കൂട്ടി നോക്കിയാൽ 15 തന്നെയാണ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുക? കോണോട് കോണുള്ള 3 സംഖ്യകളും കൂട്ടി നോക്കൂ. ഇവിടെ കോണോട് കോൺ കൂട്ടാം. 4 5 9, 9ഉം 6ഉം എത്രയാണ്? 15 തന്നെയാണ് കിട്ടുന്നത് അല്ലേ. ഇനി ഇങ്ങോട്ടും കൂട്ടി നോക്കുക. 5ഉം 2ഉം 7, 7ഉം 8ഉം എത്രയാണ്? 15 തന്നെയാണ് അല്ലേ. ഇനി ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലും 15 തന്നെയാണ് കിട്ടുന്നത് അല്ലേ. ഇത് 3ഉം കൂട്ടിയാൽ 15 കിട്ടും. പിന്നെ 5 1 6, 6 9ഉം എത്രയാണ്? 15 തന്നെയാണ് അല്ലേ. ഇനി ഇവിടെയും 15 ആയിട്ട് കിട്ടും. ഇങ്ങനെ വരുന്ന ചതുരമാണ് മാന്ത്രിക ചതുരം. ചതുരങ്ങളുടെ സംഖ്യകൾ വരിയായും നിരയായും കോണോട് കോൺ കൂട്ടിയാലും ഒരേ തുക കിട്ടുന്ന ചതുരങ്ങളാണ് മാന്ത്രിക ചതുരങ്ങൾ. ഇനി ഇവിടെ നിങ്ങളൊരു മാന്ത്രിക ചതുരം പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്ലൂ എന്താണ്? ഈ 3 കളങ്ങളിലും സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് 3 തമ്മിൽ കൂട്ടി നോക്കുക. 3 തമ്മിൽ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 81 ആണ് തുക കിട്ടുക. അപ്പോൾ ഇത് 3 തമ്മിൽ കൂട്ടിയിട്ട് തുക 81 കിട്ടിയല്ലേ. അപ്പോൾ ഇതും കൂട്ടിക്കഴിഞ്ഞാൽ 81 കിട്ടണം. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 81 കിട്ടണം. അതേപോലെ തന്നെ കുത്തനെ കൂട്ടുമ്പോഴും 81 കിട്ടണം. കോണോട് കോൺ കൂട്ടുമ്പോഴും 81 കിട്ടണം. നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ 26ഉം 25ഉം കൂട്ടുക. 51 ആണ് കിട്ടുക അല്ലേ. അപ്പം മൊത്തം കിട്ടേണ്ടത് 81 ആണ്. ഈ 81ൽ നിന്ന് 51 കുറച്ച് നോക്കുക. അപ്പോൾ എത്രയാണ്? 30 ആണ് കിട്ടുക. നെക്സ്റ്റ് ഈ 30ഉം 23ഉം കൂട്ടുക. എത്രയാണ്? 53 ആണ് കിട്ടുക. 81 ആണ് ടോട്ടൽ കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ 81 കുറക്കണം 53 എത്രയാണ്? 28. നെക്സ്റ്റ് 23 കൂട്ടണം 31 എത്രയാണ്? 54. അപ്പോൾ 81 കുറക്കണം 54 എത്രയായിരിക്കും? 27. നെക്സ്റ്റ് 28 കൂട്ടണം 24 എത്രയായിരിക്കും? 52. അപ്പോൾ 81ൽ നിന്ന് ഈ 52 കുറക്കുക അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുക? 29. ഓക്കെ. നെക്സ്റ്റ് പ്രവർത്തനം തണ്ണീർപ്പന്തൽ. ഗണിതോത്സവത്തിൽ 4 ദിവസങ്ങളിലായി വിതരണം ചെയ്ത കുടിവെള്ളത്തിൻ്റെ അളവ് നോക്കൂ. ഒന്നാമത്തെ ദിവസം 437 ലിറ്റർ, രണ്ടാമത്തെ ദിവസം 524, 581, 448 ലിറ്റർ. അപ്പോൾ 1, 2 ദിവസങ്ങൾ ആകെ കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? ഇത് രണ്ടും തമ്മിൽ കൂട്ടുക. 437 കൂട്ടണം 524, 961 ആണ് കിട്ടുക. 961 ലിറ്റർ. ഇനി 3, 4 ദിവസങ്ങളിലായി കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് ഇത് രണ്ടും തമ്മിൽ കൂട്ടുക. 3, 4 കൂട്ടുക. 581 കൂട്ടണം 448 എത്രയാണ്? 1029 ലിറ്റർ. ഇനി 4 ദിവസവും കൂടി എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 961ഉം ഈ 1029ഉം തമ്മിൽ കൂട്ടുക. എത്രയാണ് കിട്ടുക? 1990 ആണ് കിട്ടുക. കതിരണി സ്കൂളിൽ നിന്ന് ഗണിതോത്സവ പ്രദർശനം കാണാൻ 281 കുട്ടികളും അരണി സ്കൂളിൽ നിന്ന് 348 കുട്ടികളും എത്തി. ആകെ എത്ര പേരാണ് പ്രദർശനം കാണാൻ എത്തിയത്? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 281 കൂട്ടണം 348 എത്രയായിരിക്കും കിട്ടുക? 629. നെക്സ്റ്റ് സ്റ്റാൾ 7 പാറ്റേണുകളുടെ ലോകം. പാറ്റേണുകൾ പൂർത്തിയാക്കൂ. 111 കൂട്ടണം 111 222. 222 കൂട്ടണം 222 എത്രയായിരിക്കും? 444. അതേപോലെ ബാക്കിയുള്ള കോളങ്ങളും പൂർത്തിയാക്കുക. 333 കൂട്ടണം 333 666. 444 കൂട്ടണം 444 888. 555 കൂട്ടണം 555 1110. 666 കൂട്ടണം 666 1332. 777 കൂട്ടണം 777 1554. 888 കൂട്ടണം 888 1776. 999 കൂട്ടണം 999 1998. ഓക്കെ. അതേപോലെ നെക്സ്റ്റ് ഇവിടെ വരുന്ന പാറ്റേൺ പൂർത്തിയാക്കാം. 100 കൂട്ടണം 10 കൂട്ടണം 1 111 ആണ് അല്ലേ. അതേപോലെ 200 കൂട്ടണം 20 കൂട്ടണം 2 222 ആണ്. ഇതേ രീതിയിൽ ബാക്കി വരുന്ന കോളങ്ങളും പൂർത്തിയാക്കുക. അപ്പോൾ എത്രയായിരിക്കും? 200 മാറിയിട്ട് 300 ആകും അല്ലേ. 300 കൂട്ടണം 30 കൂട്ടണം 3 333. 400 കൂട്ടണം 40 കൂട്ടണം 4 444. 500 കൂട്ടണം 50 കൂട്ടണം 5 555.
600 കൂട്ടണം 60 കൂട്ടണം 6 666. 700 കൂട്ടണം 70 കൂട്ടണം 7 777. 800 കൂട്ടണം 80 കൂട്ടണം 8 888. 900 കൂട്ടണം 90 കൂട്ടണം 9 999. ഇനി നിങ്ങളോടൊരു പാറ്റേൺ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തയ്യാറാക്കിയ പാറ്റേൺ നോക്കാം. 100 കൂട്ടണം 10 110. 200 കൂട്ടണം 20 220. 300 കൂട്ടണം 30 330. 400 കൂട്ടണം 40 440. 500 കൂട്ടണം 50 550. 600 കൂട്ടണം 60 660. 700 കൂട്ടണം 70 770. 800 കൂട്ടണം 80 880. 900 കൂട്ടണം 90 990. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാറ്റേൺ തയ്യാറാക്കാം. നെക്സ്റ്റ് പച്ചത്തുരുത്ത്. ഗണിത പ്രദർശനം കാണാനെത്തുന്ന എല്ലാവർക്കും ഫലവൃക്ഷ തൈ കൊടുക്കുന്നുണ്ട്. അതായത് ഗണിത പ്രദർശനം കാണാൻ വരുന്നവർക്കൊക്കെ തൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തൈകളാണ് കൊടുത്തത്? നെല്ലിത്തൈ ഒന്നാം ദിവസം 238 കൊടുത്തു, രണ്ടാം ദിവസം 241 കൊടുത്തു. അപ്പോൾ ആകെ എത്രയായിരിക്കും? 238 കൂട്ടണം 241 എത്രയാണ്? 479. നെക്സ്റ്റ് മാവിൻ തൈ ഒന്നാം ദിവസം 138, രണ്ടാം ദിവസം 152, ആകെ എത്രയായിരിക്കും? 290. പ്ലാവ് 236 കൂട്ടണം 166, 402 എണ്ണമാണ് പ്ലാവ് ആകെ കൊടുത്തത്. ഇനി പേര 175 കൂട്ടണം 246, അപ്പോൾ 2 ദിവസങ്ങളും കൂടിയിട്ട് എത്രയാണ് ആകെ കൊടുത്തത്? 421 എണ്ണമാണ് കൊടുത്തത്. ഏറ്റവും കൂടുതൽ കൊടുത്തത് ഏത് തൈയാണ്? ഏതാണ്? 479 വരുന്നത് നെല്ലി അല്ലേ. ആകെ എത്ര മാവിൻ തൈയാണ് കൊടുത്തത്? 290. ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ തയ്യാറാക്കൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാൻ. ആകെ എത്ര പേരത്തൈയാണ് കൊടുത്തത്? പ്ലാവും പേരയും കൂടി എത്ര തൈകൾ കൊടുത്തു? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം അല്ലേ. നെക്സ്റ്റ് വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ്. ഗണിതോത്സവ സ്റ്റാളിലേക്ക് ബിബിയുടെ സ്കൂളിലെ കുട്ടികൾ ശേഖരിച്ച മഞ്ചാടികളുടെ എണ്ണം നോക്കൂ. ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ എ ഡിവിഷൻ 275 എണ്ണവും ബി ഡിവിഷൻ 325 എണ്ണവും ശേഖരിച്ചു അല്ലേ. രണ്ടാം ക്ലാസ് 300ഉം 225ഉം, മൂന്നാം ക്ലാസ് 375ഉം 215ഉം, നാലാം ക്ലാസ് 245ഉം 350ഉം. ഇനി ക്വസ്റ്റ്യൻസ് ഇതാണ്. ഓരോ ക്ലാസ്സിൽ നിന്നും ശേഖരിച്ച ആകെ മഞ്ചാടികൾ. ഒന്നാം ക്ലാസ് എത്രയാണ് ശേഖരിച്ചത്? ആകെ 275 കൂട്ടണം 325 അല്ലേ. മനക്കണക്കായിട്ട് കൂട്ടാം. 200ഉം 300ഉം 500ആയി. 75ഉം 25 100ആണ്. അപ്പം 600 അല്ലേ. ഇനി രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ എത്രയാണ്? 300ഉം 225ഉം. അപ്പം 300ഉം 200ഉം 500ആയി. 525 അല്ലേ. ഇനി മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ എത്രയാണ്? 375 കൂട്ടണം 215. അപ്പം 300ഉം 200ഉം 500ആയി. 75ഉം 15ഉം എത്രയാണ്? 80 90 അല്ലേ. അപ്പോൾ എത്രയാണ്? 590. നെക്സ്റ്റ് നാലാം ക്ലാസ് 245 കൂട്ടണം 350. 200ഉം 300ഉം 500ആണ്. 45ഉം 50 എത്രയാണ്? 95 അല്ലേ. അപ്പോൾ 595. ഇനി ക്വസ്റ്റ്യൻ ബി ഇതാണ്. ഏത് ക്ലാസ്സിൽ നിന്നാണ് കൂടുതൽ മഞ്ചാടി കിട്ടിയത്? ഏത് ക്ലാസ്സിലാണ് കൂടുതൽ കിട്ടിയത്? 600 വരുന്നത് ഒന്നാം ക്ലാസ്സിലാണ് അല്ലേ. അപ്പം ഒന്നാം ക്ലാസ് എണ്ണം എത്രയാണ്? 600. മഞ്ചാടികളുടെ എണ്ണം ആരോഹണ ക്രമത്തിൽ എഴുതൂ. എന്താണ് ആരോഹണ ക്രമം? കുറവിൽ നിന്ന് കൂടുതലേക്ക് അല്ലേ. ഫസ്റ്റിൽ കുറവെണ്ണം എഴുതുക. എങ്ങനെയാണപ്പോൾ? ഏറ്റവും കുറവ് രണ്ടാം ക്ലാസ്സിൽ 525, പിന്നെ 590, 595, 600. 1120 കിട്ടാൻ ഏത് രണ്ട് ക്ലാസ്സിലെ മഞ്ചാടികളുടെ എണ്ണം കൂട്ടണം? 1120 എങ്ങനെ കിട്ടും? ഏതൊക്കെ രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 1120 കിട്ടും? രണ്ടാം ക്ലാസ്സും നാലാം ക്ലാസ്സും തമ്മിൽ കൂട്ടുക അല്ലേ. രണ്ടാം ക്ലാസ്സിൻ്റെ 525ഉം നാലാം ക്ലാസ്സിൻ്റെ 595 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 1120 കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് രണ്ട് ക്ലാസ്സിലെയും കൂടി മഞ്ചാടികളുടെ എണ്ണത്തോട് 5 കൂട്ടിയാൽ 1200 കിട്ടും. ഏതൊക്കെയാണ് ആ ക്ലാസ്സുകൾ? ശരിയായ ഉത്തരം ടിക്ക് ചെയ്യുക. ഏതൊക്കെയാണ്? 1200 കിട്ടേണ്ടത് അല്ലേ രണ്ട് ക്ലാസ്സിൻ്റെയും കൂടി. അപ്പോൾ ഏതൊക്കെയാണ്? 600ഉം 595ഉം അതിൻ്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ 600 കൂട്ടണം 595 എത്രയാണ്? ഇതിൻ്റെ കൂടെ ഈ 595 5 കൂട്ടിക്കഴിഞ്ഞാൽ 600 ആകും അല്ലേ. അപ്പോൾ 1200 ആകുമല്ലോ. അപ്പോൾ ഏത് രണ്ട് ക്ലാസ്സാണ് വരുന്നത്? 600 വരുന്നത് ഒന്നാം ക്ലാസ്സും 595 വരുന്നത് നാലാം ക്ലാസ്സും അല്ലേ. അപ്പോൾ 1ഉം 4ഉമാണ് ശരിയായ ഓപ്ഷൻ. 1ഉം 4ഉമാണ് ശരിയായ ഓപ്ഷൻ. അപ്പം സി, ഓപ്ഷൻ സി, ക്ലാസ് 1 ക്ലാസ് 4. ഇനി നെക്സ്റ്റ്, ഓരോ ക്ലാസ്സിൽ നിന്ന് ശേഖരിച്ച മഞ്ചാടികളുടെ എണ്ണം 1000 ആക്കണമെങ്കിൽ ഇനി എത്ര കൂടി വേണ്ടിവരും? ഒന്നാം ക്ലാസ്സിൽ എത്രയാണ് ശേഖരിച്ചത്? 600. രണ്ടാം ക്ലാസ്സിൽ 525. മൂന്നാം ക്ലാസ്സിൽ 590 അല്ലേ. 590. നാലാം ക്ലാസ്സിൽ 595 ശേഖരിച്ചത്. നമുക്ക് കൂട്ടിയിട്ട് കിട്ടിയല്ലോ. ഇത് ഈ 600 1000 ആകാൻ എത്രയാണ് വേണ്ടത്? 1000 ആകാൻ 400 അല്ലേ. ഇവിടെ
ഇനി 525 1000 ഇതിനോട് എത്ര കൂട്ടണം 1000 525നോട് 475 കൂട്ടണം അല്ലേ. 590 1000 410 595 1000 405. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. പാറ്റേൺ തുടരാമോ? 140 260 380 നെക്സ്റ്റ് നമ്പേഴ്സ് കണ്ടെത്തുക. അപ്പോൾ 140ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 260 ആകുന്നത്? 120 കൂട്ടുമ്പോഴാണ് അല്ലേ. ഇനി നെക്സ്റ്റ് 260ൻ്റെ കൂടെയും 120 കൂട്ടുമ്പോഴാണോ 380 ആകുന്നത് എന്ന് നോക്കുക. അപ്പം അതെ അല്ലേ, 120 തന്നെയാണ് കൂട്ടുന്നത്. അപ്പോൾ എല്ലാ നമ്പറിൻ്റെ കൂടെ 120 കൂട്ടുന്ന പാറ്റേൺ ആണിത്. നെക്സ്റ്റ് 380ൻ്റെ കൂടെ 120 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 400. 520 640. ഓക്കെ. നെക്സ്റ്റ് ബി 25 225 425 25ൻ്റെ കൂടെ 200 കൂട്ടുമ്പോഴാണ് 225 ആകുന്നത് അല്ലേ. അതിൻ്റെ കൂടെ വീണ്ടും 200 കൂട്ടുമ്പോഴാണ് 425 ആകുന്നത്. അപ്പോൾ നെക്സ്റ്റ് എല്ലാറ്റിൻ്റെ കൂടെയും 200 കൂട്ടുക. 425ൻ്റെ കൂടെ 200 കൂട്ടുമ്പോൾ എത്രയാകും? 625. നെക്സ്റ്റ് 825 1025. ഓക്കെ. നെക്സ്റ്റ് സി 600 610 630 660 ഡാഷ് അല്ലേ. അപ്പോൾ 600ൻ്റെ കൂടെ ആദ്യം 10 കൂട്ടുന്നു, 610ൻ്റെ കൂടെ 20 കൂട്ടുന്നു, 630ൻ്റെ കൂടെ 30 കൂട്ടുന്നു. അപ്പോൾ 10 20 30 ഇങ്ങനെയാണ് കൂട്ടുന്നത്. ഇനി നെക്സ്റ്റ് എത്രയായിരിക്കും കൂട്ടേണ്ടത്? 40 അല്ലേ. അപ്പോൾ 660ൻ്റെ കൂടെ 40 കൂട്ടുക. എത്ര കിട്ടും? 700 കിട്ടും. 700ൻ്റെ കൂടെ 50 കൂട്ടുക. 750. 750ൻ്റെ കൂടെ 60 കൂട്ടിക്കഴിഞ്ഞാൽ 810. ഓക്കെ. നെക്സ്റ്റ് 200 310 430 നെക്സ്റ്റ് എത്രയായിരിക്കും? 200ൻ്റെ കൂടെ 110 കൂട്ടി 310 കിട്ടി. 310ൻ്റെ കൂടെ 120 കൂട്ടി 430. 430ൻ്റെ കൂടെ 130 കൂട്ടുക 560. 560ൻ്റെ കൂടെ 140 കൂട്ടിക്കഴിഞ്ഞാൽ 700. 700ൻ്റെ കൂടെ 150 കൂട്ടിക്കഴിഞ്ഞാൽ 850. ഓക്കെ. നെക്സ്റ്റ് ഈ 0 115 230 345 പൂജ്യത്തിൻ്റെ കൂടെ 115 കൂട്ടി. നെക്സ്റ്റ് 115ൻ്റെ കൂടെ 115 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 230. 230ൻ്റെ കൂടെ വീണ്ടും 115 കൂട്ടി. അപ്പോൾ എല്ലാം 115 തന്നെയാണ് കൂട്ടുന്നത്. അപ്പോൾ 345ൻ്റെ കൂടെ 115 കൂട്ടുക. എത്ര കിട്ടും? 460. നെക്സ്റ്റ് 575 690. ഓക്കെ. ഇവയിൽ 200 വീതം കൂടുന്ന പാറ്റേൺ ഏതാണ്? 200 കൂടുന്ന പാറ്റേൺ ഇതിൽ? ഇതാണല്ലേ. ഓപ്ഷൻ ബി ആണ് 200 കൂടുന്ന പാറ്റേൺ അല്ലേ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മുത്തണി സ്കൂൾ സ്റ്റോറിൽ ഒന്നാം ദിവസം 847 രൂപ കിട്ടി. രണ്ടാം ദിവസം അവർക്ക് 500ൻ്റെയും 100ൻ്റെയും ഓരോ നോട്ടുകളും 50ൻ്റെ 5 നോട്ടുകളും 2 രൂപയുടെ 2 നാണയങ്ങളുമാണ് കിട്ടിയത്. അപ്പോൾ സ്കൂൾ സ്റ്റോറിൽ ഒന്നാം ദിവസം 847 രൂപ കിട്ടി. രണ്ടാമത്തെ ദിവസം ടോട്ടൽ പറഞ്ഞിട്ടില്ല. അപ്പം രണ്ടാമത്തെ ദിവസം 500ൻ്റെ ഒരു നോട്ടും 100ൻ്റെ ഒരു നോട്ടും 50ൻ്റെ 5 നോട്ടും 2 രൂപയുടെ 2 നാണയങ്ങളുമാണ് കിട്ടിയത്. അപ്പോൾ ഏത് ദിവസമാണ് കൂടുതൽ കിട്ടിയത്? ഇതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒന്നാം ദിവസം 847 രൂപ കിട്ടിയല്ലേ. രണ്ടാമത്തെ ദിവസം നമ്മൾക്ക് കിട്ടിയില്ല. നമ്മൾക്ക് ടോട്ടൽ ചെയ്യാം. രണ്ടാമത്തെ ദിവസം കണക്ക് കൂട്ടി നോക്കാം. അപ്പം 500ൻ്റെ ഒരു നോട്ട് 100ൻ്റെ ഒരു നോട്ട് അല്ലേ. 500 കൂട്ടണം 100 കൂട്ടണം. പിന്നെന്താണ്? 50ൻ്റെ 5 നോട്ടുകൾ അല്ലേ. 50ൻ്റെ 5 നോട്ടുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ഗുണിക്കണം 5 അല്ലെങ്കിൽ 50 5 തവണ കൂട്ടുക. അപ്പോൾ 250 രൂപ അല്ലേ. ഇനി 2 രൂപയുടെ 2 നാണയങ്ങൾ അല്ലേ. അപ്പോൾ 4 രൂപ. ആകെ കൂട്ടി നോക്കുക. എത്രയാണ്? 4 5 8 854 രൂപയാണ് രണ്ടാം ദിവസം കിട്ടിയത്. ഒന്നാം ദിവസം എത്ര കിട്ടി? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 847 രൂപ അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങളോട് എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഏത് ദിവസമാണ് കൂടുതൽ കിട്ടിയതല്ലേ. അപ്പം ഏത് ദിവസമായിരിക്കും? രണ്ടാമത്തെ ദിവസമാണ് കൂടുതൽ കിട്ടിയതല്ലേ. ഇനി എൻ്റെ ക്രിയ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? രണ്ടാമത്തെ ദിവസം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? 500 കൂട്ടണം 100 കൂട്ടണം 50ൻ്റെ 5 നോട്ടുകൾ അല്ലേ. അപ്പം എത്രയാണ്? 250 കൂട്ടണം 4 സമം എത്ര കിട്ടി? 854. ഉത്തരം 854 എന്നല്ല, രണ്ടാം ദിവസമാണ് കൂടുതൽ കിട്ടിയത്. നെക്സ്റ്റ് ബി 2 ദിവസം കൂടി ആകെ എത്ര രൂപ കിട്ടി? ഞാൻ കണക്കാക്കിയത് എങ്ങനെയാണ്? ഒന്നാം ദിവസം 847 അല്ലേ. 847 കൂട്ടണം രണ്ടാം ദിവസം എത്രയാണ്? 854 അല്ലേ. അപ്പോൾ എത്രയാണ് വരിക ടോട്ടൽ? 1701 രൂപ അല്ലേ. 701 രൂപ. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയ ക്രിയകളിൽ ഏതിൻ്റെ ഉത്തരമാണ് 846? അപ്പം നമ്മൾക്ക് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? 524 കൂട്ടണം 312 അല്ലേ. അപ്പോൾ ഏകദേശം മനസ്സിൽ കൂട്ടി നോക്കുക. 500 300 800 24 12 36 വരുന്നത്. 46 നമ്മൾക്ക് കിട്ടേണ്ടത് അല്ലേ. അപ്പം 836 ആവുന്നുള്ളൂ. ഇതല്ല. നെക്സ്റ്റ് ബി നോക്കാം.
227 കൂട്ടണം 519, 200ഉം 500ഉം 700 ആവുന്നല്ലോ അല്ലേ. അപ്പോൾ ഇതുമല്ല. ഇനി സി നോക്കാം. 546 കൂട്ടണം 400, 500ഉം 400ഉം 900 ആവുന്നുണ്ട് അല്ലേ. 846 വേണ്ടത്. അപ്പോൾ സിയും അല്ല. ഇനി ഡി നോക്കാം അല്ലേ. ഡി ആയിരിക്കും അല്ലേ. അപ്പോൾ 300ഉം 500ഉം 800, 29ഉം 17ഉം 46 അപ്പം ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. എൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5ാമത്തെ. മനക്കണക്കായി ഉത്തരം എഴുതുക. കണക്കാക്കിയ രീതി പറയുക. 550 കൂട്ടണം 450 എത്രയാണ്? 500 400ഉം 900, 50 50ഉം 100 അല്ലേ. അപ്പോൾ 900 100 എത്രയാണ്? 1000. നെക്സ്റ്റ് ബി. 675 കൂട്ടണം 425 എത്രയാണ്? 600ഉം 400ഉം 1000 ആയി അല്ലേ. 75ഉം 25ഉം 100, അപ്പം 1100. നെക്സ്റ്റ് സി. 730 കൂട്ടണം 520, 700ഉം 500ഉം എത്രയാണ്? 1200, 30ഉം 20ഉം 50, അപ്പോൾ 1250. നെക്സ്റ്റ് ഡി. 890 കൂട്ടണം 460, 800ഉം 400ഉം 1200, 90ഉം 60ഉം 150 അല്ലേ. അപ്പോൾ എത്രയാവും? 1200ഉം 150ഉം 1350. നെക്സ്റ്റ് ഈ 436 കൂട്ടണം 324, 400ഉം 300ഉം 700, 36ഉം 24 എത്രയാണ്? 36 കൂട്ടണം 24, 6 4ഉം 10 അപ്പം 30ഉം 20ഉം 50 അല്ലേ. 50ഉം 10ഉം 60. അപ്പം എത്രയാണ് ആദ്യം കിട്ടിയത്? 700 അല്ലേ. 700ഉം 60ഉം 760. നെക്സ്റ്റ് എഫ്. 253 കൂട്ടണം 147, 200ഉം 100ഉം 300, 53ഉം 47, 50ഉം 40ഉം എത്രയാണ്? 90 അല്ലേ. ഇനി 3ഉം 7ഉം 10, അപ്പോൾ എത്രയായി? 90ഉം 10ഉം 100 ആയില്ലേ. അപ്പോൾ എത്രയായി? ഫസ്റ്റിൽ കിട്ടി 200 100 300 ഉണ്ട്, പിന്നെ ആദ്യം 100 400. ഓക്കെ, എല്ലാ മക്കൾക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.